കണ്ടിട്ട് കൊതിയാവുന്നു. ഇതെങ്ങനെയാണോ എന്തോ ഉണ്ടാക്കുന്നത്. എന്തുവാടി എന്തോ കൊതിയാവണെന്നൊക്കെ? നിനക്ക് അങ്ങനത്തെ വികാരമൊക്കെ ഉണ്ടോ? ഞാൻ വല്ലോണം പറഞ്ഞെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. എടി നിനക്ക് കൊതിയല്ല, എന്ത് കാണുമ്പോഴും വേണം വേണം എന്നുള്ള ഒരു വികാരമാണ്. അതിനെ കൊതി എന്ന് പറയാൻ പറ്റില്ല, ആർത്തിന്നേ പറയാൻ പറ്റൂ. എനിക്ക് ആർത്തിയല്ല, കൊതിയാണ്. എന്തുവാ എത്ര കൊതി വരാൻ മാത്രം കാണുന്നേ? നീ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കു മോളെ. സ്ട്രോബെറി, ചോക്ലേറ്റ്, കേക്കാ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? അതെ, ഭംഗി മാത്രമല്ല നല്ല ടേസ്റ്റും കാണുമായിരിക്കും. എനിക്ക് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു. ഇതെവിടെ കിട്ടുന്നത്? അതറിയാമെങ്കിൽ ഞാൻ എപ്പോഴേ വാങ്ങിച്ചു കഴിച്ചേനേടി. പക്ഷേ ഓൺലൈനിൽ വല്ല കിട്ടുമായിരിക്കും. നീ ഒന്ന് നോക്കിയാണ്? എടി ഓൺലൈനിൽ ഒന്നും കിട്ടൂല, ഇത് കസ്റ്റം മെയ്ഡ് ആണ്. നീ എന്തിനിപ്പോ ഇത് തന്നെ കാണിച്ചേ? എടി നമുക്കേ ഈ വീഡിയോ കണ്ടെങ്കിലും കൊതി തീർക്കാം. നീ ഈ വീഡിയോ വേണമെങ്കിൽ കണ്ട് കൊതി തീർത്തു. എനിക്കത് പറ്റൂല, എനിക്ക് കഴിച്ചാലേ കൊതി തീരും. നീ എങ്ങനെ കഴിക്കും? അമ്മയെ കൊണ്ടുണ്ടായിപ്പിക്കാം. അമ്മയടുത്ത് പോയി പറയാൻ പോണേ. ഓടിച്ചെല്ല്, ഇപ്പൊ ഉണ്ടാക്കി തരും. ഒരു വട്ടയപ്പം ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ പറയാനൊന്നുമില്ല അമ്മ. ഇനിയിപ്പൊ ഇതും പറഞ്ഞോണ്ട് തന്നാ അതിന്റെ തലയിൽ കൂടി എന്തെങ്കിലും എടുത്ത് എറിഞ്ഞു തരും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മുടെ അവൻ വർക്കിംഗ് തന്നെ. അവൻ ചീത്തായിട്ട് മാസങ്ങളായി, പിന്നെ എങ്ങനെ നമ്മൾ ഉണ്ടാക്കും? എനിക്ക് കൊതിയാവുന്നടാ. ഒന്ന് ഈ സ്വന്തമായിട്ടൊരു ബോധം വേണം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ അനുസരിക്കണം. ഇത് എനിക്ക് ഭ്രാന്താണ്ടാണ് ഞാൻ നിന്റെ അച്ഛനടുത്ത് പോയി സംസാരിക്കുന്നത്. ആ വണ്ടി ഇത്തിരി മാറ്റാൻ പറഞ്ഞാ മാറ്റുന്നില്ലല്ലോ. അതോ അതിപ്പോ മാറ്റിയതുപോലെ തന്നെ. നിങ്ങളെന്ത് കണ്ണുകളിരിക്കണത്? അത് ഞങ്ങൾക്കൊരു കേക്ക് ഉണ്ടാക്കണം. ഞങ്ങൾക്കൊരു കേക്ക് ഉണ്ടാക്കണം. കേക്ക് ഉണ്ടാക്കണോ? വാങ്ങിക്കാം നമുക്ക്. കേക്ക് വാങ്ങിക്കണം. എവിടെ വാങ്ങിക്കണം? മേടിക്കാൻ പറ്റൂല. ഈ മേടിക്കാൻ പറ്റാത്ത കേക്ക് എന്തിനു വാങ്ങിക്കണം? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, അപ്പൊ മനസ്സിലാവും. എനിക്കെന്നാ ഈ വീഡിയോ കേക്ക് വാങ്ങിച്ചു ഇനി വീഡിയോ ആണ്. കേക്ക് പോയി വാങ്ങിക്കണ വീഡിയോ ഇത് കാണും. ഇത് കൊള്ളാം കേട്ടോ. അതാ പറഞ്ഞേ, എനിക്ക് ഈ കേക്ക് ഉണ്ടാക്കാം. ഈ കേക്കിൽ ഇടാനുള്ള സ്ട്രോബെറി ക്രീം വാങ്ങിച്ചാൽ ഞാൻ വലിയ കാര്യമായി വേണ്ട. അത് വേണം നമുക്ക്. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട്. എന്ത്? കുക്കറിലുണ്ടാക്കാം. ഫുൾ ഐഡിയ ആണ് കൊച്ചിന്റെ തലകറി. കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുമോ? അന്ന് നമ്മൾ അമ്മ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയില്ലേ, അപ്പൊ അത് പോയി. എന്നാലും അതല്ല, അത് അന്ന് പാളിപ്പോയെങ്കിലും ഇന്ന് ശരിയാവും. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അമ്മ എടുത്ത് അങ്കിൾ സോപ്പിട്ട് പറ കേക്കും. നമ്മള് പറഞ്ഞാലും നിങ്ങൾ ഇതുപോലത്തെ വീഡിയോ കാണിച്ചത് മനുഷ്യനെ മെനക്കെടുത്തിക്കില്ല. നമുക്ക് കുക്കറിൽ കേക്ക് ഉണ്ടാക്കാം. പറയോ? പറയും. ഈ കേക്കിന് വേണ്ടി ഞാൻ പറയും. ഓക്കെ, അപ്പൊ വാ ചോദിക്കാം. എനിക്കൊണ്ട് ചീത്തോളി വാങ്ങിച്ചു തരൂ. രണ്ട് ചീത്ത തന്നെയല്ല, ഇല്ലെങ്കിൽ കേക്ക് ഏതെങ്കിലും ഒന്നും ഇവിടെ നടക്കും. അള്ളേ സുന്ദരിമണി എവിടെ പോണ്? അണ്ണേ സുന്ദരി എവിടെ പോണ്? അവൻ പറഞ്ഞേട്ടാ, അവൻ സത്യം പറഞ്ഞു. ഞങ്ങള് എൻഗേജ്മെന്റിനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോണു. ഇത്രയും ഒരുങ്ങി കിട്ടിയ അത് പിന്നെ ഒരു വെറൈറ്റിക്ക് കുറെ നാളെ വിഷം സാരിയൊക്കെ പുറത്തെടുക്കാതെ ഇരുന്നിട്ട് പൂപ്പൽ പിടിക്കണം. സത്യം തന്നെ. അല്ലാതെ സത്യം, ശരിക്കും സത്യം. നിങ്ങൾ ഇവിടെ ഇല്ലേ? ഞങ്ങൾ പോയിട്ട് വരേ. പോയിട്ട് എപ്പോ വരും? അത് ഉച്ച കഴിയും. അല്ല, ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിട്ട് എന്താ ഉച്ച കഴിയണ? റിസപ്ഷൻ കഴിഞ്ഞാലേ വരാൻ പറ്റും. റിസപ്ഷൻ ഉള്ള ഗിഫ്റ്റ് അല്ലേ വാങ്ങാൻ പോകുന്നേ. അപ്പൊ പിന്നെ നല്ലോണം സെലക്ട് ചെയ്തൊക്കെ വാങ്ങി വരുമ്പോഴത്തേക്കുവേ ഉച്ചയാവും. റിസപ്ഷന് കൊടുക്കാനല്ലേ. അപ്പം അച്ഛന് കള്ളം പറയാൻ പറ്റൂല. അച്ഛന്റെ മുഖത്ത് അത് അറിയാൻ പറ്റും, കണ്ണിൽ അറിയാൻ പറ്റും. മക്കളെ എൻഗേജ്മെന്റിനാണ് പോകുന്നത്. സത്യം. അമ്മയുടെ അടുത്തല്ലല്ലോ, അച്ഛൻ്റെ അടുത്തല്ലേ? അല്ല, എൻഗേജ്മെന്റിന്. അച്ഛാ ഞങ്ങളോട് കള്ളം പറയോ? എനിക്ക് നിങ്ങളത് കള്ളം പറയാൻ പറ്റൂല. എന്റെ ഓഫീസിലെ ശശിധര സാറല്ലേ, അദ്ദേഹത്തിന്റെ മോള് സൗമ്യയുടെ കല്യാണം നിശ്ചയം. അണ്ണാ 5 മിനിറ്റ് നമ്മൾ നിങ്ങൾ വേണ്ട. എടാ രാമ, സാറാണ് ഈ വളരെ അടുത്തുള്ള 10-20 പേരെ വിളിച്ചിട്ടുള്ളൂ. ഏറിയ ഒരു 25 പേര്, അത്രേ ഉള്ളൂ. നമ്മൾ നിങ്ങൾ അടുത്ത ആൾക്കാരല്ലേ? ഇനി അച്ഛന്റെ ഓഫീസിലുള്ള ഒരാളുടെ മോളുടെ കല്യാണ നിശ്ചയം അതല്ലേ, അല്ലാതെ നമ്മുടെ ബന്ധുക്കളെ കല്യാണം ഒന്നല്ലല്ലോ. കല്യാണം ആരെയും കൊണ്ടുപോയിരുന്നു. കല്യാണത്തിനുണ്ട്. അതാണ് കുഴപ്പമില്ല, ഞാനും വരുന്നു. പെങ്കി മോളെ, അച്ഛൻ പറഞ്ഞല്ലോ മോള് ഇവിടെ നിന്നില്ലേ? കേക്കൂല. എന്തിന്?
നമ്മൾ രണ്ടും കൂടി പോയാലേ ഇവർക്ക് രണ്ടുപേർക്ക് ഷൈൻ ചെയ്യാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യാം. പിന്നെ നമ്മൾ എന്തിനാ പോണേ? അതൊന്നും അല്ല. 500 രൂപയുടെ ഗിഫ്റ്റും കൊടുത്തിട്ട് 5 പേര് പോയി ഭക്ഷണം കഴിക്കണം. മോശമല്ലേ? 5 പേര് പോണ്ട, ഞാൻ മാത്രം വരാം. 3 പേര്. ഇവൾക്ക് അയ്യ 3 പേരുടെ പോയിക്കൂടാ. നിങ്ങൾ എവിടെയല്ലേ രാമനുമായിട്ടൊക്കെ വർത്താനം സമാധാനപ്പെടെ എന്റെ പെങ്കൊച്ചെ. നമുക്ക് ഇവര് പോയിട്ട് നമുക്ക് അതിന്റെ പുറകെ നമുക്ക് കറങ്ങാൻ പോയാൽ ഇല്ല അങ്ങളെ, ഞാനും പോണവരോടെ ഭക്ഷണം കഴിക്കാം. നീ വരണ്ട, ഞങ്ങൾ പോയിട്ട് വരും കേട്ടല്ലോ. ഇനി കൂടുതൽ സംസാരിക്കരുത്. ഇല്ല അവരോട് നിന്നോളൂ. നീ വാ, സമയം മണി. എന്നാ ഒരു ഡീല്. എന്താണ്? എന്തോന്ന്? പോയിട്ട് വരുമ്പോ എനിക്ക് കേക്ക് ഉണ്ടാക്കി തരണം. കേക്ക് ഉണ്ടാക്കി തരാം. ഉണ്ടാക്കി തരണം. വാങ്ങിച്ചോണ്ടിരാം. അഞ്ചോണ്ടാ പോരാ, ഞാൻ കാണിക്കുന്ന കേക്ക് അതുപോലെ ഉണ്ടാക്കി തരണം. പറ്റൂല. അത് പറ്റാത്തെന്ത്? ഒരു കേക്ക് ഉണ്ടാക്കിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. ഉണ്ടാക്കി തരാൻ പറ്റില്ല. ഉറപ്പ് തന്നെ? ഉറപ്പ് തന്നെ. ഉറപ്പ്? ഓ ഉറപ്പ്. സത്യം? ഓ സത്യം. എന്നാ ഞാൻ ഉണ്ടാക്കും. നീ എന്തോന്ന് വെച്ചേ? ആണോ? ഉണ്ടാക്കി. നീ ഉണ്ടാക്കടി. ഓ ശരി. അച്ഛന് ഒരു വലിയ പീസ് വെച്ചേക്കണേ. വച്ചേക്കാം കേട്ടോ. പോട്ടെ. വാ. നമുക്ക് പോ, ഞങ്ങള് പോണ്. രാമാ അടി ഉണ്ടാക്കല്ലേ പിള്ളേരുമായിട്ട്. നാണയില്ല പെണ്ണെ. അതാണ് നിനക്ക് നാണമില്ലേ അവര് പോകുന്നിടത്തൊക്കെ പോവാനായിട്ട്? അത് തന്നെ വലുതായി, ഇത്രയും പ്രായമായി. നിങ്ങക്ക് മനസ്സിലായില്ലേ? എന്ത് മന്ദത്തിലാണ് നിങ്ങള്? നമ്മളെ ഡയറക്റ്റ് ആയിട്ട് ചെന്നിട്ട് കേക്ക് ഉണ്ടാക്കണമെന്നൊക്കെ അമ്മയടുത്ത് പറഞ്ഞുണ്ടല്ലോ. അമ്മ വല്ലതും എടുത്ത് വെച്ച് അടിച്ചു കയറി. അമ്മ ഉണ്ടാക്കി തരില്ലല്ലോ, എല്ലാം ഏറ്റു വാങ്ങിച്ചല്ലേ. നമ്മൾ ഉണ്ടാക്കാന്ന് പറഞ്ഞാലും അമ്മ സമ്മതിക്കും. അടുക്കള കയറാൻ സമ്മതിക്കുമെന്ന് തോന്നണുണ്ടോ അമ്മ? ഇതിപ്പോ നൈസായിട്ട് കാര്യം വെച്ചിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ. ബില്ലാതെ ബുദ്ധിയാണ് കേട്ടോ. ഇവിടെ ആയിരുന്നു ഇത്ര നാള്. ഇവിടെ എന്നല്ലേ ഇപ്പൊ എന്താ നീ? നമുക്ക് ഉണ്ടാക്കണം. റെസിപ്പി നോക്കണം. എനിക്ക് അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കാൻ പയ്യ. അപ്പൊ നമുക്ക് പുറത്തുനിന്ന് ഉണ്ടാക്കാം. അതൊരു മൂടാണ്. ഫുൾ കൗണ്ടർ ഇട്ട് നമ്മൾ ബേക്കറി ആക്കി ഒരു ഫുഡ് കോർട്ട് പോലെ എന്ത് പറയും, ഒരു വെറൈറ്റി ആയിരിക്കും. അതാണ് കൊള്ളാം. അങ്ങോട്ട് അടിക്കായി. നമുക്ക് കുറച്ച് വീഡിയോസും എടുക്കാം. അതൊക്കെ വേണം. ഇവിടെ തീറ്റയിൽ ഇടാലോ. എന്റെ യൂട്യൂബ് ചാനലുണ്ട് തീറ്റ. മൊത്തത്തിൽ ഈ സെറ്റപ്പ് എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? അതാണ് നമ്മളൊരു കാര്യം ചെയ്ത് നമ്മൾ അതിന്റെ സെറ്റപ്പിലേ ചെയ്യുള്ളൂ. വീഡിയോ എടുക്കണില്ലേ? അത് സാധനങ്ങൾ ഉണ്ടാ നോക്കട്ടെ. ഞാൻ പറയാൻ ചെക്ക് ചെയ്തു. ഉണ്ടോ? ഉണ്ട്. മുട്ടയുണ്ട്, ചോക്ലേറ്റ് പൗഡർ ഉണ്ട്, ഉണ്ട്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, അത് രണ്ടും ഉണ്ട്. പിന്നെ പഞ്ചസാര ഉണ്ട്. വേണോ? പഞ്ചസാര വേണ്ട. എന്ത്? പാല്, പാലുണ്ട്. ഉപ്പ്, എസൻസ്, വാനില എസൻസ് ഉണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിൽ ഉണ്ട്. എല്ലാം ഉണ്ടല്ലോ. സൺഫ്ലവർ ഓയിൽ മൈദ വേണ്ടേ? മോട്ടിച്ചാണല്ലേ അടുക്കളയിൽ? പിന്നെ അടുക്കളയിൽ നിന്നല്ലാതെ പിന്നെ എവിടെ നിർത്തോണ്ട് വരാം? മൈദ ബാക്കിയെല്ലാം നമ്മൾ വാങ്ങിച്ചോ? മാവ് ഉണ്ടാന്ന് വെച്ചു. ഇല്ല. ഓക്കെ, അറിയാലോ. എല്ലാം ഉണ്ട്. ഫുൾ സെറ്റ് ആണല്ലോ. ഫുൾ സെറ്റ്. അപ്പൊ തുടങ്ങിയല്ലേ? ഒരു മിനിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയ സെറ്റപ്പ് ഉണ്ട്. പത്ത് പൈസക്ക് ഹെൽപ്പ് ചെയ്യടി പെണ്ണെ. ഇങ്ങോട്ട് എന്തോ കാണിക്കാം. കഴിഞ്ഞില്ല. മനസ്സിലായോ? എന്ത് ചെയ്താലും നമ്മൾ അതിന്റെ സെറ്റ് ആയിരിക്കും. അതിൽ എന്നാ ചെയ്യണം? നന്നായിരിക്കണം. അല്ല ഇതൊക്കെ ഓക്കെ തന്നെ. ഉണ്ടാക്കാൻ അറിയോ കേക്ക്? എന്തൊന്നും ഉണ്ടാക്കാൻ അറിയാമോ? എടി ഡെസേർട്ട് ഉണ്ടാക്കിയവനാണ് ഞാൻ. മനസ്സിലായോ? എനിക്ക് കേക്കൊക്കെ പറയാൻ ജുജുബി കേസാണ്. എന്നിട്ട് ഒരു ചായ ഉണ്ടാക്കണ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. നീയും കൂടെ എന്റെ കൂടെ സപ്പോർട്ടാ? അല്ല പറ. ചായ ഉണ്ടാക്കണം. അടുത്തൊരു ഫംഗ്ഷൻ വരട്ടെ, വീട്ടിലുള്ള ഒരു 150 പേർക്ക് ഞാൻ ചായ ഉണ്ടാക്കി തരാം. അല്ല ഈ 2 പേർക്ക് ചായ ഉണ്ടാക്കണ പെമ്പിളരെ കൊച്ചു ഗ്യാസൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ? പറഞ്ഞോട് മൂഡ് ഔട്ട് ആക്കാതെ. വീഡിയോ എടുത്താ? വീഡിയോ എടുത്ത് ഓണാക്ക്. സെൽഫി ക്യാമറ ഓൺ ചെയ്യാൻ കൊള്ളാൻ വന്ന വിട്ടു. കൊള്ളാം. തീറ്റയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇത് എന്റെ അങ്കിൾ റാമങ്കിൾ, ഇതെന്റെ ചേച്ചി റിങ്കി. ഞങ്ങൾ 3 പേരും കൂടെ ചേർന്നാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അതെ. അപ്പൊ ആദ്യമായി നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു 3 മുട്ടയാണ് അല്ലേ? 4 മുട്ടയാണ് ഞങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത്. 4 മുട്ട ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമ്മൾ പതപ്പിക്കണം. നല്ല കളർ ആവണം. മതി, ചെറിയ പിങ്ക് ആയാലും കുഴപ്പമില്ല. ഇത് നടക്കൂല. നമുക്ക് ഇത് യൂസ് ചെയ്യാം. വൃത്തി കാണിക്കില്ല. അപ്പൊ ഇത് ഉണ്ടായിട്ടാണ് എന്നെ കൊണ്ടിട്ട് കലക്കിക്കൊണ്ടിരുന്നത്. സോറി.
ആഹാ പതേട്ട് പറഞ്ഞില്ലേ നിങ്ങൾ അച്ഛൻ വാങ്ങിച്ചോണ്ടോന്നു തന്നെ ഇത് അതെ അതെ വരും ആനാ വരാത് സെറ്റ് സെറ്റല്ല ഇനി പഞ്ചസാര ഇടണം ആഡ് ചെയ്യാം അടി വീഡിയോ അയ്യോ മറന്നു. ഞങ്ങള് ഇനി പഞ്ചസാര ആഡ് ചെയ്യാം അതെ ഞങ്ങള് ഒരു കപ്പ് വേണ്ട ഇത് ഇരിക്കുന്ന ഫുള്ളും പോട്ട് 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 ഒരു ഫുൾ കപ്പ് നമ്മൾ പഞ്ചസാരയിലേക്ക് ഇടുകയാണ്. മതി മതി. വാ, അത് ഇങ്ങോട്ട് വലിക്കണ്ട അത് അങ്ങോട്ട് വെച്ചാൽ മതി വെച്ചോ. ചുമ്മാ കുട്ടിയില്ലാത്ത പിള്ളേർ എന്റെ അസിസ്റ്റന്റ് ചെയ്യണം അതെ നമ്മൾ നന്നായി ബീറ്റ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇനി ഇനി വാനില എസൻസ്. വാനില എസൻസ് ഇതാണ് സുഹൃത്തുക്കളെ വാനില. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഒരു സംഭവമാണ് നമ്മൾ എത്ര ആഡ് ചെയ്യണം? വാനില എസൻസ് ചാലിക്കുമ്പോൾ അര കപ്പ് ചാലിക്കണം. ഒരു അടപ്പ്. ഞാൻ അരേ ഒഴിക്കും. ശരി ആയിക്കോട്ടെ. ഇനി ഒരു അരയും കൂടെ ഒഴിച്ചോണം. അപ്പൊ ഫുൾ ആയില്ലേ? അടി അടി ഇനി ബീറ്റ് ചെയ്യണം നമ്മൾ വീണ്ടും. കരക്കാതെയാ ബീറ്റ് ചെയ്യും മോളെ. ഒന്നും അറിഞ്ഞൂടെ? ഇത് നന്നായി നമ്മൾ ബീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ബീറ്റ് ചെയ്യൂ പണിയിടാ അങ്ങോട്ട്. നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ബീറ്റ് ചെയ്തിരിക്കണം. ക്ലോസ് ഷോട്ട് എടുത്തോളൂ. ഞാൻ പോട്ടെ പിന്നെ. ഓക്കെ. ഇനി അതിലേക്ക് നമ്മൾ ഇനി സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പൗഡർ അല്ലേ? അല്ല ഓയിൽ അറിയാന്ന് പറഞ്ഞിട്ട് ഓർഡർ തെറ്റിപ്പോ കംപ്ലീറ്റ് കളി മാറും. പൗഡർ അങ്ങനെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. സൺഫ്ലവർ എന്നല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. അതെ നമുക്ക് ഇത് യൂസ് ചെയ്യാം അളവിന്. കുറച്ചങ്ങോട്ട് എടുത്ത് ഒഴി അങ്ങോട്ട്. മതി മതി. ഇനി അത് നല്ല വലിച്ചൊഴിക്കണം. ഫ്രെയിമിൽ വരട്ടെ. ഇനി നമ്മൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാൻ പോവാണ്. മൊത്തം കിട്ടോ? ഇനി ബീറ്റ് ചെയ്യണം. നമ്മൾ വീണ്ടും ബീറ്റ് ചെയ്യണം. മാവിടങ്ങട്ടെ. നന്നായി ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാവ് ആഡ് ചെയ്യണം. മതി മതി. എനിക്കറിയാം. എനിക്ക് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി അതെടുത്ത് മാറ്റിയാണ് അങ്ങോട്ട്. മാറ്റേ അവിടെ നാവല്ലേ? നീ മനസ്സിലായിട്ടാ കളി മനസ്സിലായി. അയ്യോ മാറ്റ്. ഇത് മതി ഇത് മതി. ഇത് മതിയാ? ഇത് അങ്ങോട്ട് മാറ്റി വേ. ഓക്കെ. ഇത് ഭയങ്കര ലൂസ് അല്ലെന്ന്. കറക്റ്റ് ലൂസും കറക്റ്റ് ടൈറ്റും ആവാൻ പാടില്ല. സെമി പെർമിയബിൾ ആയിരിക്കണം. എന്താവോ എന്തോ പോവാനെ. വരാന്ന് പറഞ്ഞ് കൊതിപ്പിച്ചൊക്കെയാണ് കേട്ടല്ല. പിന്നെ നീ പാൽ കുടിച്ചോണ്ട് വീട്ടിൽ പോ. ഉണ്ടാക്കട്ടെന്ന് പറയുമ്പോ മണം വരുന്നുണ്ട്. ഓവറായിട്ട് കൊതി വിടല്ലേ. കേക്കിനെ ബാധിക്കും അത്. ആയിക്കോട്ടെ. പറഞ്ഞാലും വീണ്ടും വീണ്ടും ഫൈനൽ. അയ്യോ അറിഞ്ഞും പോയി. ഫൈനൽ എടുക്കുമ്പോ എന്റെ മുഖത്തീന്ന് പോ കവർ ചെയ്ത് പോ. എന്നെ കൂടെ നമ്മളപ്പം അവസാനത്തെ ഘട്ടത്തിലേക്ക് അങ്ങനെ നമ്മളെ മാവ് സെറ്റ് ആയിരുന്നു. മാവല്ല അങ്ങളെ ബാറ്റർ. അയ്യോ ഇനിയിപ്പോ ഒരു അരമണിക്കൂർ വെക്കണം. അതൊന്ന് പൊങ്ങി വരാൻ ഫെർമെന്റ് ആവാൻ. പൊങ്ങി വരാൻ വട്ടയപ്പത്തിന്റെ മാവ്. വട്ടയപ്പത്തിന്റെ മാവ് മാത്രമേ പൊങ്ങോളാ. ടീൻറ്റുടി ആണെങ്കിൽ പൊങ്ങും. ഇതും പൊങ്ങോന്ന്. മതി 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 കൂടുതലിട്ട് ഇളക്കണ്ട. ഭംഗി വേണം ഭംഗി. ഒന്നുമില്ല. നീ കറിയാ വെക്കുന്നത് ചുമ്മാ വെറുതെ. അങ്ങനെയല്ല. ഇനി എടുത്തോ. നമ്മൾ രണ്ടുപേരും ഉണ്ടാവില്ലേ? അയ്യേ നമ്മള് തിരിച്ചെടുത്തേക്കിട്ട് ഇങ്ങനെയല്ലേ എടുക്കുക നമ്മള്. എന്തെങ്കിലും ആയിക്കൊണ്ട് പോകും. അടുത്തെന്താണ്? അടുത്തതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ കുക്കർ രണ്ടെണ്ണം കൂടെ പോയി തേച്ച് കഴിവും. അതൊക്കെ നേരത്തെ കഴുകി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഫുൾ സെറ്റ് നോക്കണ്ട. എന്തൊരു വൃത്തി കണ്ടോ. ആഹാ ആഹാ അടവുണ്ട് അടവുണ്ട് അടവുണ്ട്. ഒരടവും ഇല്ല. ഇല്ലേ? ഇല്ല. ഇല്ലെങ്കിൽ ഇല്ല. ഇനി നമുക്ക് ഇതിനകത്ത് ഒഴിക്കണ്ടേ? അത് വീഡിയോ എടുക്കട്ടെ.
നോക്കി നോക്കിയോ ഉണ്ടല്ലോ പിന്നെ രീതിയുണ്ട് ശാസ്ത്രീയമായ മനസ്സിലായ. ഇതെന്തോന്ന് ഊഞ്ഞാലാട്ടണ? അയ്യോ ഊഞ്ഞാലാട്ടണല്ല, കണ്ട കണ്ട മടാന്ന് മടങ്ങി വീടുന്നുണ്ട. അതൊക്കെ അങ്ങ് വിടും. ആഗ്രഹം കാണിക്കല്ലേ, കണ്ട എന്റെ ഫ്ലോ പോയി. കണ്ട ഇത് ആർക്ക് തികയെ ഒന്നും ഇല്ലല്ലോ ഇതിന്റെ അകത്ത്. ഇത് ഉണ്ടാക്കി വരുമ്പോ പൊങ്ങി വരുമോ? പൊങ്ങി വരുമോ? നമ്മൾ പോപ്കോണാണ് ഉണ്ടാക്കുന്നത്. പോപ്കോൺ മാത്രമേ പൊങ്ങി വരുമോ? കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞപ്പോ എന്നെ തിരിച്ചു പറഞ്ഞില്ല. തട്ടാൻ പാടില്ല മറ. വേസ്റ്റ് ചെയ്യൽ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ കുലുക്കിയത് വെക്കണം. എന്തിനാണ് കാര്യം? ബബിൾസ് പോവാനായിട്ട് ഏത് അപ്പൊ ഇത് ഒഴിക്കണ്ടേ? ഒഴിക്കണം. വേസ്റ്റ് ആക്കാൻ പാടില്ല. എനിക്കിനി വേണ്ട. എന്റെ വീഡിയോ ഒഴിച്ച വീഡിയോ ഒരെണ്ണം ഉണ്ടല്ലോ, അത് പോരെ. മതിയല്ലേ? അതൊക്കെ മതി. കട്ടേ കട്ടേ. ഈ മോളിൽ ഇവള് ഒഴിച്ച ഭാഗം വെന്തില്ലേ എന്നെ കുറ്റം പറയല്ലോ. നീ ഇത് അടച്ചു പോയി. അടച്ചു. പിന്നെ നിങ്ങൾ കൊണ്ട് ഇത് എനിക്കറിയില്ല അടക്കണം. അതെ ഇത് ഓണാക്കി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും എന്തിനു വന്നത് ഇവിടെ? ഗ്യാസ് എന്തല്ല ഇവിടെയല്ല എന്റെ കൈ ഓടണം. മാറിക്കൊണ്ട് മാറി. ഒരു ഗ്യാസ് കത്തിക്കാൻ പോലെ അറിഞ്ഞൂടാ. ഇവിടത്തെ എനിക്കിങ്ങനെയല്ല, ഗൾഫിലൊക്കെ ഇങ്ങനെ തിരിക്കുമ്പോ തന്നെ കത്തണ ഗ്യാസാണ് അത്. ഉണ്ടോ? നമ്മൾ ഇങ്ങനെ കുറച്ച് വെക്കണം. ഇനി അത് ഉണ്ടായി വരണവരെ നമ്മൾ റെസ്റ്റ് എടുക്കണം. ഒരു മാറിയില്ല, ആക്രമണം കാണിക്കില്ല, അതിനകത്ത് കയറി അടുപ്പിക്കാറ്. നമ്മളിതേ ഉണ്ടായി വന്നു, ഇത് റെഡിയാണ് എന്നെങ്ങനെ അറിയും? മണപ്പിച്ച അറിയാവുന്ന മണം വരുമെന്ന്. നീ പുട്ടുണ്ടാക്കുമ്പോ എങ്ങനെയാണ് അറിയണത്? ആവി വരും. ആവി വരുമെങ്കിൽ ഇതില് മണം വരും. വെയിറ്റ് ചെയ്യല്ലേ? യെസ്. മണമൊന്നും വരുന്നില്ല. അത് പറഞ്ഞു മണം വരും. സമയാവണല്ലോ. ഒരു കരിഞ്ഞ നാറ്റം. കരിയാനൊന്നും വഴിയില്ല. അതാ ചോക്ലേറ്റ് വല്ല സൈഡിലോട്ടായ. കേക്കിന്റെ കളർ എന്തോന്നു? കറുപ്പന്നെ. അപ്പൊ പിന്നെ ചുമ്മാ കരിഞ്ഞ നാറ്റം വരുന്ന ചെറുതായിട്ട് വരുന്നുണ്ട്. ആ പെൺകുട്ടിയും ചെറുക്കനും നല്ല മാച്ചിങ് അല്ലേ? സാമ്പാർ എന്തൊരു വൃത്തിയായിട്ട സാമ്പാറായിരുന്നു. സാമ്പാർ എന്തോന്നു, എന്നാലും നല്ല ഫുഡൊക്കെ കൊള്ളൂല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല ഇവിടുത്തെ പിള്ളേരൊക്കെ എവിടെ? ഇവിടെ ഉറക്കമായിരിക്കും. രാമനെയും കണ്ടില്ലല്ലോ. നല്ല മണം. കേക്ക് ഉണ്ടാക്കിയ ശരിക്കും നല്ല മണോ? ഒരു കരിഞ്ഞ മണല്ലേ? എന്താണ് കേക്കിന്റെ മണോ? ഇതാ മക്കളെ എന്തു പറ്റി? പൊള്ളിയാ? നോക്കി കോലങ്ങൾ നോക്ക്. ഒന്നും പറ്റിയില്ല. അത് അങ്കിള് ചെറുതായിട്ട് ഒന്ന് കേക്ക് ഉണ്ടാക്കി. ഇവനാ ഒരു ചമ്മന്തി അരക്കി അറിഞ്ഞോളൂ അവന്. നീ എന്തിനാ ഇതൊക്കെ പോയത്? അപ്പൊ അങ്കിള് മറ്റേ ഡെസേർട്ട് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഉണ്ടാക്കി തരാതെ പക്ഷേ ശ്രമിക്കുകയും ചെയ്തില്ലേ? ഇപ്പൊ കൂടെ വന്നിട്ട് കാല് വാരണ. എന്റെ കുക്കർ നശിപ്പിച്ച് നിങ്ങൾക്ക് ഒന്ന് നോക്കണ്ടേ? പിന്നെ കുക്കർ മക്കള് കത്തിയത് കുഴപ്പമില്ലല്ലേ? ഈ കുക്കർ ഒപ്പിക്കാൻ പറ്റ പാടെ എനിക്കറിയില്ല. നിന്റെ അച്ഛനെ കൊണ്ട് കുക്കർ ഇത് എന്തൊരു അമ്മയാണോ ഭഗവാനെ. പിന്നെ പണിക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇത് എന്തോന്ന് ഇത് എന്തോന്ന് എനിക്കൊന്നും അറിയണ്ട. എനിക്ക് വേറെ കുക്കർ വാങ്ങിച്ചു രണ്ടെണ്ണം. ഓക്കെ അമ്മ. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കയ്യൊന്നും പൊള്ളില്ലല്ലോ. എന്ത് പൊള്ള പണി ആവശ്യമുണ്ട് രാമ. അതെ പിള്ളേരെ ഇത്ര നമ്മളെ കളിയാക്കി വിട്ട സ്ഥിതിക്ക് നമ്മൾ ഇനി പിന്മാറാൻ പാടില്ല. എന്ത് വിധേന നമ്മൾ കേക്ക് ഉണ്ടാക്കും. തെറ്റല്ലേ? സത്യം. കേക്കാ കാണാൻ കൊള്ളാം. നിങ്ങൾ കടയിൽ പോയി വാങ്ങിച്ചു മണി. അതെന്നറിയാമോ? നമ്മൾ ആ പ്രോ ടച്ച് കാരണമാണ്. ഏത് കരിഞ്ഞ കേക്ക് വെള്ളം പൂശി എടുത്തതാ? ഇതൊന്നും അല്ല. അങ്ങളെ പറഞ്ഞോടാ. ഇതൊന്നല്ല, ഇത് നമ്മൾ വേറെ ഉണ്ടാക്കി. നമ്മളങ്ങനെ തോറ്റ് പിന്മാറാൻ തയ്യാറല്ല. വേറെ ഉണ്ടാക്കി. അടിപൊളി. ഐ ഡോണ്ട് ബിലീവ് ഇത് നിങ്ങൾ ഉണ്ടാക്കിയത്. കാണാൻ കൊള്ളാം കേട്ടാ. എന്റെ അണ്ണൻ കഴിച്ചു നോക്കണ്ണ അങ്ങോട്ട്. രാമ അത് വേണോ?
റിസ്ക് എടുക്കരുത്. വല്ലതും വന്നാ ഞാൻ തിരിഞ്ഞു നോക്കില്ല കേട്ടോ. ചേട്ടത്തി ഒരു കുഴപ്പമില്ലെന്ന് ചുമ്മാ കഴിക്കാൻ പോയാളെ കൂടെ നല്ല മണോണ്ടേ. നോക്ക് മോള് ചെറിയൊരു പീസ് ചെറുത് ചെറുത് കേട്ടോ. എന്തോ നാവുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരുടെ? എന്റെ ചുമ്മാ ഇരിക്കട്ടെ. മുറിഞ്ഞു വന്നു കേട്ടോ. അതായത് ഹാപ്പി ഫസ്റ്റ് കേക്ക് ടു യു എന്നാണ് പാടിയത് അല്ലേ? ഹാപ്പി ഫസ്റ്റ് ഹാപ്പി ഫസ്റ്റ് കേക്ക് ടു യു. എന്റെ മോളെ അത്രയൊന്നും വേണ്ട, ചെറിയൊരു അത് പീസ് ഇത് ചെറിയ പീസ് തന്നെ. ഇനി ഇതിനേക്കാളും ചെറിയ piece. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതില് എന്നാ കൊടുക്കണ്ട, എന്റെ അച്ഛൻ വഴി കൊടുക്കണ്ട. അത് മതി, അത് മതി. ഓക്കെ. കൊള്ളാടി. കൊള്ളാലോ. കണ്ടാ സൂപ്പർ കേക്ക്. അപ്പൊ അങ്കിളിന് ഇതൊക്കെ നേരത്തെ അറിയായിരുന്നല്ലേ? നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു. അല്ലേലും നമ്മുടെ പാറവള കുടുംബക്കാർ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാ. അതൊരു കൈപ്പുണ്യമാണ്. ഏടാ കൊള്ളാണ്ടാ കൈ അല്ലാതെ കൊഞ്ചം ഓവറാ തെരിയല്ലേ തള്ളു. ചേട്ടത്തിക്ക് ഒരു കാര്യം അറിയാമോ? നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയല്ലേ, നമ്മൾ തോറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്മാറാൻ പാടില്ല. നമുക്ക് തോക്കുന്നൊക്കെ നമുക്ക് തോന്നും. നമ്മൾ പരിശ്രമിച്ചോണ്ടേ ഇരിക്കണം. അപ്പൊ നമ്മൾ ഒരു ദിവസം വിജയിക്കും. മനസ്സിലായോ? ആ പറഞ്ഞത് പോയിന്റ്. അത് പക്ഷെ കേക്കിലല്ല, ഏത് കാര്യത്തിലാണെങ്കിലും. കറക്റ്റ്. ആ എഗ്രി.